ഓരോരുത്തരും കേട്ടിരിക്കണമെന്ന് ഈശോയ്ക്ക് അത്രമേൽ നിർബന്ധമുണ്ട്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ കൈനീട്ടിയാലുണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയില്ല. ചിലര് പറയും, അയ്യോ ഈസ്റ്ററിന് ഞാൻ കുമ്പസാരിച്ചതല്ലേ, ഇനി ഞാൻ കുമ്പസാരിക്കണോ? നേരം വെളുക്കുമ്പോൾ തൊട്ട് ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ട്, ഇതിലേതാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ചിലർക്കൊരു ഒത്തുപിടിയും കിട്ടുന്നില്ല. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തെ നീ ആത്മാവിനാൽ നീ തകർക്കണം. എല്ലാ തകർച്ചയുടെ നടുവിൽ നീ സ്തുതിച്ചോണം, എല്ലാ സങ്കടത്തിന്റെ നടുവിൽ ചിരിച്ചോണം. പത്ത് വചനങ്ങൾ നമ്മൾ പഠിക്കും. ഈ 10 വചനങ്ങൾ നമ്മളോട് ഓരോരോ കാര്യങ്ങൾ, അതായത് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതിന് വേണ്ടി, എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ബലപ്പെടുത്തുന്ന പ്രായോഗികമായ കാര്യങ്ങളടങ്ങിയ 10 ദൈവവചനങ്ങൾ. ഹല്ലേലൂയ. ഈ 10 വചനം പഠിച്ചു കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് എളുപ്പമാവും. ഈ 10 വചനം നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ഉം 38-ഉം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7, 7-ാം അധ്യായം ചാപ്റ്റർ 7 വേഴ്സ് 37 and 38. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. ഈശോ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറിൽ ഈശോ ഇതാ ഉച്ചസ്വരത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ഒരു കാര്യം ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. എപ്പോഴാണ്? തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ വചനം വായിക്കുന്നുണ്ട്, ഈശോ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, ഈശോ ഉയർന്ന സ്വരത്തിൽ, ഉച്ചത്തിൽ, അതായത് ഓരോരുത്തരും കേട്ടിരിക്കണമെന്ന് ഈശോയ്ക്ക് അത്രമേൽ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഉയർന്ന സ്വരത്തിൽ ഈശോ പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിട്ട് ഈശോ പറയാണ്, ദേ അങ്ങനെ ആഗ്രഹമുള്ള ഓരോ വ്യക്തിക്കും ജീവജലം ലഭിക്കും, ജീവജലത്തിൻ്റെ ഉറവ ലഭിക്കും. ജീവജലം, ലിവിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ദാഹമുണ്ടോ എങ്കിൽ ഈശോ പറയാണ്, എൻ്റെ അടുക്കൽ വാ, നിനക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ സമ്മാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രായോഗിക പരിശീലനത്തിന്റെ ഭാഗമായി നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്കൊരു ദാഹം ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം ഉണ്ടായിരിക്കണം. എ ഡീപ് തേഴ്സ്റ്റ് വിത്തിൻ us നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വെറുതെ കടത്തു കഴിക്കുന്നത് പോലെയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് എനിക്ക് വേണം, അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ എടുക്കും എന്നുള്ള വലിയ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ദ ഫസ്റ്റ് ക്വാളിറ്റി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഠിക്കണം, ഓൺലൈനൊക്കെ ഉള്ളവരും പഠിച്ചോണേ. നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണോ? വേണമെങ്കിൽ ആദ്യം തന്നെ നിന്റെ ഉള്ളില് ഇതിനു വേണ്ടി ഒരു ദാഹമുണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമുക്കൊക്കെ പലതരത്തിലുള്ള ദാഹങ്ങൾ ഉള്ളവരാണ് അല്ലേ? കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല, ഈ ഭൂമിയിലെ പല കാര്യങ്ങളും കിട്ടണമെന്ന് ദാഹമുള്ളവരാണ് നമ്മൾ. എന്നാൽ ഇപ്പോൾ വചനം പറയുന്നത് നിനക്കൊരു ദാഹമുണ്ടായിരിക്കണം. ആ ദാഹം എന്തിനു വേണ്ടിയായിരിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു ദാഹമായിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹമുണ്ടോ? ചോദിച്ചു കൊടുത്തേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹമുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ദാഹമുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കണം. വിലയുള്ളത് കിട്ടണമെങ്കിൽ നീ വില കൊടുക്കണം. അല്ലാതെ
എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. കിട്ടിയാൽ കിട്ടി, കൊള്ളാം, ഇല്ലെങ്കിൽ പോട്ടെ. അങ്ങനെയല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് അത്രമേൽ എനിക്ക് പരിശുദ്ധാത്മാവിന് കിട്ടണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിക്കണം എന്നുള്ള വലിയ ഒരു ആഗ്രഹം, ചെറിയ ആഗ്രഹമല്ല, വലിയ ആഗ്രഹം നമ്മുടെ മേലുണ്ടായിരിക്കണം. ബൈബിളിൽ സക്കേവുസിനെ കുറിച്ചൊക്കെ നമുക്കറിയാവുന്ന വചനം. ആ മനുഷ്യൻ ചുങ്കക്കാരനാണ്, മരത്തെ കയറി വലിയ ശീലമൊന്നും ഇല്ല. പക്ഷേ ഈശോനെ കാണാൻ ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മരം ഒന്നും പ്രശ്നമല്ല, ഇയാൾ അതിനു വേണ്ടി എടുത്തൊരു ദാഹമുണ്ട്. ബർത്തിമീസ് അന്ധനാണ്, കാഴ്ച കിട്ടാൻ വേണ്ടി ഇയാളെടുത്ത വലിയൊരു ദാഹമുണ്ട്. ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദാഹം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആർക്കും നിന്നെ തടയാൻ പറ്റിയല്ല, ആർക്കും നിന്നെ തടയാൻ പറ്റിയല്ല. സക്കേവുസിന്റെ മുമ്പിൽ പൊക്കമുള്ള ഒത്തിരി പേര് നിപ്പുണ്ട്, അതുകൊണ്ട് പാവം സക്കേവുസിന് ഈശോയെ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെക്കാളും പൊക്കമുള്ള, ഈ പൊക്കം എന്ന് പറയുന്ന ഹൈറ്റ് മാത്രമൊന്നുമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ മുമ്പിലുള്ള കൊണ്ടേ നമുക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിനെ അതിജീവിക്കാൻ പഠിക്കണം. ബർത്തിമീസ് അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞു, ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണം. നാട്ടുകാർ പറഞ്ഞു, മിണ്ടാണ്ടിരിക്കടാ. ബർത്തിമീസ് മിണ്ടാണ്ടിരുന്നോ? ഇല്ലെന്ന്. അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രമേൽ വലിയൊരു ആഗ്രഹം കിടക്കുമ്പോൾ ആർക്കാ അവനെ തടയാൻ പറ്റുന്നേ? ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണേ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ക്വാളിറ്റി, ഇതിനു വേണ്ടി വല്ലാത്തൊരു ദാഹം ഉണ്ടായിരിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒച്ചത്തിൽ 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. 2-ാമത്തെ തിരുവചനം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 6-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 6. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം. 4:6 ബുക്ക് ഓഫ് ജെയിംസ്. യാക്കോബ് ശ്ലീഹ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. എളിമയുള്ളവർക്ക് കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. എങ്ങനെയുള്ളവർക്കാണ്? എളിമ. യെശയ്യായുടെ പ്രവചനം 66-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം. ഒരുപക്ഷെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വചനമാണല്ലോ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 66 വേഴ്സ് 2. 66-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ഒരു വചനം ഉണ്ടല്ലോ. ഒന്ന് പഠിച്ച ആ വചനം ഒന്ന് നോക്കിക്കിട്ട് തിരിച്ചു വന്നേ. ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അതായത് ദൈവം കടാക്ഷിക്കുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത് ആരെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ബൈബിൾ പറയാണ്, ദേ അത്രമേൽ എളിമയുണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? എളിമ. നമ്മൾ നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. പ്രത്യേകിച്ച് മലയാളിക്ക് എളിമപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വളരെ പ്രത്യേകിച്ച് പള്ളിക്കകത്ത് അല്ലേ. പുറത്ത് എളിമപ്പെടും, പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ കൈകൂപ്പാൻ, കൈ പൊക്കാൻ, സ്തുതിക്കാൻ, ഇതൊക്കെ എന്തിനാ അല്ലേ. എന്നാൽ ബീവറേജിന്റെ മുമ്പിൽ എത്ര മണിക്കൂർ എളിമപ്പെട്ട് നിൽക്കാൻ ഒരു മടിയുമില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? പള്ളിപ്പെരുന്നാളിനൊക്കെ ചിങ്കാരിമേളത്തിന്റെ മുമ്പിൽ ഉടുത്തിരിക്കുന്ന മുണ്ടെടുത്ത് തലയെ കെട്ടിക്കൊണ്ട് തലകുത്തി മറിയാൻ ഒരു നാണവുമില്ല. പക്ഷേ പള്ളിയിൽ വരുമ്പോഴത്തേക്ക് വല്ലാത്ത ഒരു ഭാരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എളിമപ്പെടണം. ദൈവത്തിനു മുമ്പിൽ എളിമപ്പെടണം. എന്താ മെച്ചമെന്നറിയോ? ദൈവത്തിനു മുമ്പിൽ നമ്മൾ കൈനീട്ടിയാലുണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരികയില്ല. പറഞ്ഞേ ആമേൻ, ആമേൻ. നീ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ലെന്ന്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചോണം. നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പിൽ പ്രത്യേകിച്ച് ശുശ്രൂഷ സമയത്തൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും
ആലോചിച്ചും ചിന്തിച്ചും കിട്ടേണ്ട ഒരു കാര്യമല്ല, ഹൃദയം കൊണ്ട് നേടേണ്ട കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈശോയെന്ന് വിളിച്ചോണം, ആബാ പിതാവേ എന്ന് വിളിച്ചോണം, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചോണം, എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. വലതു ഇടതു ഇരിക്കുന്നവർക്ക് അപ്പൊ പറഞ്ഞു കൊടുത്തേ, രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ? എളിമപ്പെടണം. പറഞ്ഞു കൊടുത്തേ, എളിമപ്പെടണം. ആരുടെ മുമ്പിൽ എളിമപ്പെടണം? ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ എളിമപ്പെട്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. മൂന്നാമത്തെ ക്വാളിറ്റി ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേർഡ്സ് 9. നമുക്കറിയാവുന്നൊരു വചനമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. കണ്ടോ, വചനം പറയാണ്, നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ മുട്ടണം. 3 കാര്യങ്ങൾ. ഒന്ന് എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞേ. ചോദിക്കണം, പറഞ്ഞേ. അന്വേഷിക്കണം, മുട്ടണം. എന്തിനു വേണ്ടി ചോദിക്കണം? എന്തിനു വേണ്ടി അന്വേഷിക്കണം? എന്തിനു വേണ്ടി മുട്ടണം? ആ 11-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബൈബിള് പഠിപ്പിക്കും, കൃത്യമായിട്ട് പഠിപ്പിക്കും. ഒന്ന് വായിച്ചേ. 11:13. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി അന്വേഷിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ എന്തിനു വേണ്ടിയാ സാധാരണ ചോദിക്കുന്നത്? ചേട്ടന്മാരെ എന്തിനു വേണ്ടി ചോദിക്കുന്നത്? ചേച്ചിമാരെ എന്താ ചോദിക്കുന്നത്? അയ്യോ, എൻ്റെ മകൻ്റെ ജർമ്മൻ വിസ B1 B2, എൻ്റെ അച്ഛാ, അയ്യോ അവൻ വിദേശത്ത് എന്നിട്ട് ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയിട്ടില്ല, അച്ഛാ പ്രാർത്ഥിക്കണേ. ചോദ്യമുണ്ട്, ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ടല്ലേ. ILTC പരീക്ഷ എഴുതിയിട്ട് ശരിയായില്ല, OIT അവിടെ പോയി മൊത്തം കുളമായി, വീട് പണി അങ്ങനെയാണ്, സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കേണ്ടതല്ല ചോദിക്കുന്നത്, അതാ കുഴപ്പം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ചോദിക്കേണ്ടതല്ല ചോദിക്കുന്നത്. പറഞ്ഞു കൊടുത്തേ, ചോദിക്കേണ്ടതല്ല ചോദിക്കുന്നത്. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. കൃത്യമായിട്ട് അതിന്റെ ചില ട്രാൻസ്ലേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഗോയിങ് ഓൺ ആസ്കിങ് എന്നാണ്. ഗോയിങ് ഓൺ സെർച്ചിങ്, ഗോയിങ് ഓൺ നോക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും തന്നെ ചില ധ്യാന അവസരങ്ങളിൽ, ചില ശുശ്രൂഷ അവസരങ്ങളിൽ, ചില നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ഉണ്ട്, ഒരു സംശയമില്ല. പക്ഷേ എനിക്ക് 1994 കിട്ടിയതാണ്, 2005 കിട്ടിയതാണ്, 2010 കിട്ടിയതാണ് എന്നും പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ, അത് പോരാ. മറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി എന്നും മുട്ടിക്കൊണ്ടിരിക്കണം. ഗോയിങ് ഓൺ ആസ്കിങ്, ഗോയിങ് ഓൺ സെർച്ചിങ്, ഗോയിങ് ഓൺ നോക്കിങ്. നിരന്തരമായി നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പെട്ടി പോണവരെ പ്രാർത്ഥിച്ചോണം, ചോദിച്ചോണം. ഏത് പെട്ടി? ട്രങ്ക് പെട്ടിയോ? അല്ലെന്ന്, ശവപ്പെട്ടി പോവുമല്ലോ, പെട്ടിക്കകത്ത് കിടക്കിയല്ലേ. ഈ പെട്ടി പോണവരെ നമ്മൾ എന്ത് ചോദിച്ചോണ്ടിരിക്കണം? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. അല്ലാതെ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെയല്ല. ചോദിക്കുന്നവർക്ക് കിട്ടുള്ളൂ. ചോദിക്കുവിൻ, അന്വേഷിക്കുവിൻ, മുട്ടുവിൻ. ചോദിക്കണം. ഇച്ചിരി കഷ്ടപ്പാടാ. നമ്മളൊരു ഓഫീസറെ കാണാൻ വേണ്ടി ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി തന്നെ ഒരു സ്ഥാപനത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമായ കൊണ്ട് നമ്മൾ അവിടെ കുറേ മണിക്കൂർ കാത്തിരിക്കും. കാരണം ആവശ്യം നടക്കണ്ടേ. നമ്മളൊരു കാര്യത്തിന് വേണ്ടി മുട്ടാത്ത വാതിലുകളുണ്ടോ? പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കറിയാവുന്നൊരു പ്രാർത്ഥന
ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിക്കുന്നൊരു പ്രാർത്ഥനയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രാർത്ഥന. ഏതാ പ്രാർത്ഥന? കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വരിക. എപ്പോഴും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത നാൾ മുതൽ അന്ന് മുതൽ ഇങ്ങനെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്താ അങ്ങനെ പറയുന്നേ? ഒരിക്കൽ പ്രാർത്ഥിച്ചാൽ പോരെന്ന് എല്ലാ സമയവും നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവ് വരിക. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. അടുത്തത് 4-ാമത്തെ വചനം. അപ്പോൾ നമ്മൾ 3 വചനം പഠിച്ച് 4-ാമത്തെ വചനം. മൊത്തം 10 വചനങ്ങളാണ്. പ്രായോഗിക പരിശീലനമാണ്. ശ്രദ്ധിച്ചോണേ. ചിലപ്പോൾ താമസിച്ച് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ പഠിച്ചോണം. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി 10 വചനങ്ങൾ, 10 പ്രായോഗിക പരിശീലനം. അതിൻ്റെ 4-ാമത്തെ വചനം സങ്കീർത്തനം 51 വചനം 10. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 51 വേർഡ്സ് 10. 51-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം നമുക്ക് പഠിക്കാൻ പരിചയമായിട്ടുള്ളൊരു വചനമാണ്. സങ്കീർത്തനം 51 അതിൻ്റെ 10. കിട്ടിയോ? സങ്കീർത്തനം 51 അതിൻ്റെ 10. ദാവീദ് രാജാവിന്റെ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം ഹോളി സ്പിരിറ്റ് എൻ്റെ ഉള്ളിൽ വേണം. നിർമ്മലമാക്കണം, നിർമ്മലമാവണം. അതിനെന്താ വേണ്ടെന്നറിയോ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നായി ഒന്ന് കുമ്പസാരിച്ചൊരുങ്ങണം. ചിലർ പറയും, അയ്യോ ഈസ്റ്ററിന് ഞാൻ കുമ്പസാരിച്ചതല്ലേ, ഇനി ഞാൻ കുമ്പസാരിക്കണോ? കുമ്പസാരിക്കണം. നമ്മൾ മനുഷ്യര് പാപാവസ്ഥയിലുള്ളവരല്ലേ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉള്ളിൽ നിർമ്മലമായ ഒരു അനുഭവം നന്നായി അനുദപിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി വേണം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. 5-ാമത്തെ തിരുവചനം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14. ഇതും നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ? ശ്രദ്ധിച്ചോ വചനം? ഇവർ ഏക മനസ്സോടെ. എങ്ങനെ? ഒച്ചത്തിപ്പറ. ഒരൊറ്റ മനസ്സ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച 120ഓളം പേര്. അവര് തമ്മിൽ ശത്രുത, വൈരാഗ്യം, മാത്സര്യം ഉണ്ടായിരുന്നോ? ഇല്ല. അവർ പരസ്പരം മിണ്ടാത്തുള്ളവരായിരുന്നോ? അല്ല, സ്നേഹമുള്ളവരായിരുന്നു. അവര് തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നെന്ന്. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചൊരുങ്ങുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം, ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടെങ്കിൽ ആ മേഖല ഒന്ന് കണ്ടെത്തി വിശുദ്ധീകരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ആരോടും വെറുപ്പില്ല, പക്ഷെ നമ്മളോട് ആരൊക്കെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് സ്നേഹിച്ച് ക്ഷമിച്ച് ഒരേ മനസ്സോടുകൂടെ വേണം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങാൻ. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ പല സംഭവങ്ങളും നമുക്ക് ചുറ്റുവട്ടം ഉണ്ടാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റാത്തത്? കാരണം അവിടെ ഭിന്നത, അവിടെ ഞങ്ങൾ ആരാണ് വലുത്, നീ ഏതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിസം, അത് ഇതും അല്ലേ, റീത്തുകള്, രൂപതകള്, അവിടെ ഇവിടെ ബഹളം,
സംഭവിക്കുന്ന എന്താണ്? ഐക്യമില്ല. അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തില് നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. ദേ തുടർച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം, അവർ ഐക്യത്തിലായിരുന്നു. ഒരുമിച്ച് ഒരുമയുണ്ടാവണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഒരുമയുണ്ടാവണം. ഒരുമയുണ്ടാവണം. ഉള്ളിന്റെ ഉള്ളിൽ ഭിന്നത പാടില്ല. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ 3 പ്രാവശ്യം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അടുത്തതായിട്ട് പഠിക്കുന്ന നമ്മുടെ 6-ാമത്തെ വചനം, റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5. 5-ാം അധ്യായം 5-ാം തിരുവചനം. നല്ല ഒന്നാന്തരം വചനമാണ്, പഠിച്ചോളൂ. 5:5. പൗലോസ്ലീഹ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് വായിച്ചാലോ? റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. യെസ്. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പലപ്പോഴും ഉള്ള സ്നേഹം എന്താണെന്നറിയാവോ? മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. എന്നാൽ ഈ വചനത്തിൽ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്ന് പറഞ്ഞേ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക. പറഞ്ഞേ. ഇച്ചിരി ബുദ്ധിമുട്ടാണേ. എങ്ങനത്തെ സ്നേഹമാണിത്? ഭർത്താവ് ദേ അയാൾ ഇങ്ങനെയാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഭാര്യ, ചേട്ടാ ഭാര്യ ഇങ്ങനെയാണ്, അതിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കണ്ട, പക്ഷെ എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണം. അപ്പനും അമ്മയും ഒത്തിരി ഉദാഹരണമൊക്കെ പലരുടെയും മനസ്സിൽ വരുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, സമയമില്ല. ഇത് ശ്രദ്ധിച്ചേ. തിരിച്ചു കിട്ടുമെന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ചുമ്മാ അങ്ങോട്ട് സ്നേഹിച്ചോണം. അതാ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത. മക്കള് വളർത്തി വലുതാക്കി, ചില മാതാപിതാക്കളുടെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ട്. ഇവനെയൊക്കെ എന്തിനാ ദൈവമേ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി? ഇതാണല്ലോ സ്വഭാവം. ഉള്ളിന്റെ ഉള്ളിൽ സങ്കടമുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട, ചുമ്മാ അങ്ങോട്ട് സ്നേഹിച്ചേക്കുക. അതാണ് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന സ്നേഹത്തിന്റെ പ്രത്യേകത. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 3 പ്രാവശ്യം വിളിച്ച പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അടുത്തത് 7-ാമത്തെ വചനം, റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 26. 8-ാം അധ്യായം അതിന്റെ 26-ാം തിരുവചനം. പൗലോസ്ലീഹ നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് നമ്മളെ സഹായിക്കുവാണ്. നമ്മളൊരു കാര്യം പഠിപ്പിക്കുക. വായിച്ചോ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അടുത്ത വചനം കൂടെ നോക്കിയേ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. കണ്ടോ, പൗലോസ്ലീഹ പറയാ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കൊരു പിടുത്തവും ഇല്ല, അല്ലേ? നമുക്കൊരു പിടുത്തവും ഇല്ല. ഇപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ, ചില ആളുകളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ചോദിക്കും, എന്നാ എന്നതാ പ്രാർത്ഥിക്കേണ്ടത്? കുറെ പ്രാർത്ഥനകളുണ്ട്, ഇതിൽ ഏതാ പ്രാർത്ഥിക്കേണ്ടത്? അല്ലേ? നേരം വെളുക്കുമ്പോൾ തൊട്ട് ഇഷ്ടംപോലെ പ്രാർത്ഥനകളുണ്ട്, ഇതിൽ ഏതാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ചിലർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, വിഷമിക്കേണ്ടെന്ന്. നീ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആര് നിന്നെ പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. ഹോളി സ്പിരിറ്റ് വിൽ ടീച്ച് യു, ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിന്നെ ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി 3 പ്രാവശ്യം വിളിച്ചേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അടുത്ത വചനം പഠിച്ചാൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല മനസ്സിലാകും. 8-ാമത്തെ വചനം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16. ഗലാത്യർക്ക് എഴുതിയ ലേഖനം
5-ാം അധ്യായം 16-ാം തിരുവചനം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം, 5:16. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഇത് മനസ്സിലാക്കുന്നതിന് ഈ വചനം നമ്മളെ സഹായിക്കുന്നു. വായിച്ചേ 5:16. നിങ്ങളോട് ഞാൻ പറയുന്നു, യെസ്, ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ, ശരീരം പറയുന്നത് കേട്ടോണ്ട് നടക്കരുതെന്ന്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ശരീരം പലതും പറയും, ശരീരം പറഞ്ഞതനുസരിച്ച് നടക്കരുത്. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരം എന്തുവാ പറയുന്നത്? പുറത്ത് മഴ, കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്നു, മുകളിൽ കറങ്ങുന്ന ഫാൻ. ശരീരം എന്താഗ്രഹിക്കുന്നു? ഒരു കൊച്ചു മയക്കം നല്ലതാണ്. കഞ്ഞി കുടിക്കുമല്ലോ, അത്ര നേരം ഇച്ചിരി ഒരു മയക്കം മോശമില്ല. ശരീരം ആഗ്രഹിക്കുന്നു, തെറ്റില്ല. ശരീരം ഇങ്ങനെ പലതും ആഗ്രഹിക്കും, ശരീരം പലതും ആഗ്രഹിക്കും. ജഡത്തിന് പല മോഹങ്ങളുണ്ട്. എന്നാൽ വചനം പറയുന്നു, നീ ആര് പറയണനുസരിക്കണം? പരിശുദ്ധാത്മാവ് പറയണനുസരിക്കണം. ശരീരം പറയുന്നതനുസരിച്ച് ജീവിക്കാൻ പോയാൽ നമ്മൾ ഈ പട്ടിയും പൂച്ചയും ജീവിക്കുന്ന പോലെ ആയിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? അവയുടെ രീതികൾ അങ്ങനെയാണ്. അവയ്ക്ക് ഇപ്പം തോന്നി അത് അങ്ങോട്ട് ചെയ്യും. അവർക്ക് ഒരു കാര്യത്തിലും നോ ഇല്ല. എന്നാൽ നമുക്കെന്താ? ശരീരത്തിൻ്റെ വാസനകളെ അതിജീവിക്കാനുള്ള കൃപ നമുക്കുണ്ട്, അത് ഉപയോഗിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം വേണ്ടാന്ന് വെക്കാൻ പഠിക്കണം. ശരീരത്തിന് മദ്യം കുടിച്ചാൽ നല്ലതല്ല നമുക്കറിയാം, പക്ഷെ ശരീരം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇച്ചിരി കുടിക്കാം, കുഴപ്പമില്ല, ക്ഷീണമല്ലേ, അല്ലേ? നിന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തെ നീ ആത്മാവിനാൽ നീ തകർക്കണം. ശരീരം ഇങ്ങനെ പലതും ചോദിച്ചുകൊണ്ടിരിക്കും, ശരീരം പലതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇങ്ങനെ മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കും ചിലർ, അല്ലേ? ശരീരം ഇങ്ങനെ ആഗ്രഹിക്കുന്നു. ശരീരം ആഗ്രഹിക്കുന്നത് പോലെ നീ വിട്ടുകൊടുത്താൽ നീ എന്താവും? നീ അതപ്പതിക്കും, മൃഗങ്ങളെപ്പോലെയാകും. മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിനാൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ ജഡിക തീരുമാനങ്ങളായിരിക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിന്റെ തീരുമാനം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതേ 9-ാമത്തെ വചനം പഠിച്ചോളൂ. 1 കൊറിന്തോസ് 3:16. 1 Corinthians chapter 3 verse 16. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 3:16. 9-ാമത്തെ വചനമാണ്. 1 Corinthians, St. Paul's letter to Corinthians, first letter, 1 Corinthians chapter 3 verse 16. 3-ാം അധ്യായം 16-ാം തിരുവചനം. 3:16. 3-ാം അധ്യായം 16-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമായ മറ്റൊരു വചനമാണ്. യെസ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? കണ്ടില്ലേ, പൗലോസ്ലീഹ ചോദിക്കുക, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവാണ്. യു ആർ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവാണ്, നിങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്റെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നിനക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്, നിനക്ക് തോന്നുന്നത് പോലെ പറ്റത്തില്ലെന്ന്. ഇപ്പൊ പറഞ്ഞ വചനങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ഈ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. സോ റെസ്പെക്ട് യുവർ ബോഡി, റെസ്പെക്ട് യുവർ ബോഡി. നീ നിന്റെ ശരീരത്തെ ബഹുമാനിക്കണം. നിനക്ക് തോന്നുന്നത് പോലെ നടത്താനുള്ളതല്ല, തോന്നുന്നത് പോലെ ആടയാഭരണങ്ങൾ ഇടാനുള്ളതല്ല, തോന്നുന്നത് പോലെ പച്ച കുത്താനുള്ളതല്ല. ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ പച്ച കുത്തുന്ന കാര്യത്തിൽ അല്ലേ ടാറ്റു അടിക്കുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് ചോദിക്കും വീട്ടിൽ വന്നിട്ട്, എന്താ കുഴപ്പം, ടാറ്റു അടിച്ചാൽ എന്താ കുഴപ്പം, ഇത് ഫാഷൻ അല്ലേ? അമ്മയും അപ്പനൊക്കെ ഓൾഡ് ജനറേഷൻ, ഞങ്ങൾ ന്യൂ ജെൻ ആണ്. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ, എടാ നിന്റെ ശരീരം ഉണ്ടല്ലോ, ഇത് ആരുടെയാ? ഇത് നിന്റെ അല്ലടാ, ഇത് പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. പരിശുദ്ധാത്മാവ്, യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒച്ചത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. 10-ാമത്തെ തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം. 14-17 നമുക്കറിയാവുന്നൊരു വചനമാണല്ലോ. 14-17 സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17. കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, അല്ല, പ്രത്യുത നീതിയും സമാധാനവും
പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. കണ്ടോ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല, ഒച്ചത്തിൽ പറഞ്ഞേ. ആരിൽ സന്തോഷം? ഇത് ഏതെങ്കിലും കടയിൽ മേടിക്കാൻ കിട്ടുമോ? ഇല്ല. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അതിനു വേണ്ടി ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ എപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം ശരീരത്തിൽ തെളിയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവണം. ഒന്ന് ചിരിച്ചേ. ആഹാ, കൊള്ളാം, നല്ല ചിരി. ഞങ്ങളുടെ നാട്ടിൽ അതിനെ ഇളി എന്നാണ് പറയുന്നത്. ഇളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, അതല്ല, ചിരി ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പരിശുദ്ധ മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ അവസ്ഥ എന്താ? എലിസബത്തിൻ്റെ അവസ്ഥ എന്താ? മൊത്തം പരിതാപകരമായ അവസ്ഥ. അവിടെ ചെന്നിട്ട് ലൂക്കാസ് സുവിശേഷം 1:46 പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് സങ്കടം പറഞ്ഞ് പരാതി പറഞ്ഞ് ആണോ? അല്ല, അവിടെ ചെന്നിട്ട് ലൂക്ക 1:46 പരിശുദ്ധ അമ്മ പറയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കാരണം ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ടെന്ന്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ബോഡിയിൽ, ശരീരത്തിൽ അത് പ്രകടമാകും. ആ വ്യക്തിയുടെ മുഖത്തൊരു ചിരി ഉണ്ടാവണം. പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഈ നാളുകളിൽ എപ്പോഴും എന്ത് ചെയ്യണം? ചിരിക്കണം. പറഞ്ഞേ, വലത് ഇടതിരിക്കുന്ന ആൾ നോക്കി പറഞ്ഞ് ചിരിക്കണം. കേട്ടോ, എന്ത് ചെയ്യണം? ചിരിക്കണം. ചിലരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ വിഷമം അല്ലേ? നോക്കുമ്പോൾ തന്നെ നമുക്കും കരയാൻ തോന്നും, അവരും കരയുന്നു. സന്തോഷിക്കണം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പരിശുദ്ധ അമ്മ എല്ലാം തികഞ്ഞിട്ട് എല്ലാം ടിപ് ടോപ്പായി. ഇനി ഞാൻ സ്തോത്രഗീതം ആണോ? അല്ല. എല്ലാ തകർച്ചയുടെ നടുവിൽ നീ സ്തുതിച്ചോണം. എല്ലാ സങ്കടത്തിൻ്റെ നടുവിൽ ചിരിച്ചോണം. നിങ്ങൾ ഒരൊറ്റ വചനം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, പത്രോസ്ലീഹായെക്കുറിച്ച് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. പത്രോസ്ലീഹായെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഒന്ന് വായിച്ച്. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 12 വേഴ്സ് 6. പത്രോസ്ലീഹായെക്കുറിച്ച് ഒരു കൊച്ചു കാര്യം അതൊന്ന് പഠിച്ചോ. പത്രോസ്ലീഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുക 12-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം 12:6. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെരോദോസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പത്രോസ് എന്ത് ചെയ്യുന്നു ചേച്ചി? പത്രോസ് എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. നമ്മളിരുന്ന് ഉറങ്ങണ പോലെയാണോ? കറങ്ങുന്ന ഫാൻ്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് കാല് നീട്ടി വെച്ചിരുന്ന് ഉറങ്ങുന്ന പോലെയാണോ? അല്ലെന്ന്. പത്രോസ് കാരാഗ്രഹത്തിൽ കൊല്ലപ്പെടാൻ പോകുന്നു. പിറ്റേ ദിവസം ഇയാളെ തട്ടും. പരസ്യ വിചാരണയാ, തട്ടാൻ പോവുക, കൊല്ലാൻ പോവുക. ഒരു മനുഷ്യനെ ഇതെങ്ങനെ ഉറങ്ങുന്നു? തലേ ദിവസം ഉറക്കം കിട്ടുമോ? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, നമുക്കിപ്പം നാളെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആലോചിച്ച് ടെൻഷൻ അടിച്ചല്ലേ. കഴിഞ്ഞ ദിവസം ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ഗ്യാസ് കയറി. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി ചേച്ചി? എനിക്കല്ല കുഴപ്പം, എൻ്റെ മകളുടെ പരീക്ഷ. ഞാൻ ചോദിച്ചു, മകൾക്കൊരു കുഴപ്പമില്ല, എനിക്കാണ് നെഞ്ചുവേദനയും ഗ്യാസ് കയറിയിട്ടും വയ്യച്ചാ നെഞ്ചുവേദന. മകളുടെ പരീക്ഷയ്ക്ക് അമ്മയ്ക്കാണ് ടെൻഷൻ, ആദി വ്യാധി വെപ്രാളം. ഒരു കൊച്ചു പരീക്ഷ വന്നാൽ പോലും ഇത്രയാണ് നമ്മുടെ അവസ്ഥ എങ്കിൽ പത്രോസ്ലീഹായെ കുറിച്ച് വചനം പറഞ്ഞു എന്നാന്നറിയോ? പത്രോസ്ലീഹ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ഇയാളുണ്ടല്ലോ ചങ്ങലക്കിട്ടിരിക്കുന്ന ഇയാൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. ഇവർക്ക് ചിലർക്ക് സംശയം, അങ്ങനെ എഴുതിയിട്ടുണ്ടോ അച്ഛാ കൂർക്കം വലിച്ചുറങ്ങുന്നു? ഒന്ന് അടുത്ത വചനം ഒന്ന് വായിച്ചേ. വായിച്ചേ. പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു. ശ്രദ്ധിച്ചോ? അതായത് ഈ പത്രോസ്ലീഹ കിടന്നുറങ്ങുന്ന മുറിക്കകത്ത് പ്രകാശം നിറഞ്ഞു, മാലാഹ വന്നു. ആരറിഞ്ഞില്ല? പത്രോസ് അറിഞ്ഞില്ല. അപ്പൊ അവന്റെ ഉറക്കം എന്നാ ഉറക്കം? നല്ല കൂർക്കം വലിച്ചുറക്കം അല്ലേ? അതുകൊണ്ടാണ് മാലാഹ വന്നിട്ട് അവന്റെ പാർശ്വത്തിൽ തട്ടി, എടാ എഴുന്നേക്ക്, മതിയെന്ന്, ഉറക്കം മതിയെന്ന്. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തട്ടി വിളിച്ചേ.
മതിയെന്ന് പറ, ഉറക്കം മതിയെന്ന് പറ. ദേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പത്രോസ് ലീഹാനെ ഉണ്ടല്ലോ മാലാഹ വന്ന് തട്ടി വിളിച്ചു എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം. എപ്പോഴാ ഉറങ്ങണേ? പിറ്റേ ദിവസം കൊല്ലപ്പെടാൻ പോവുക, അയാളെ പരസ്യ വിചാരണയ്ക്ക് കൊണ്ടുപോകും, അപ്പോഴും നല്ല ഉറക്കം. കാരണം പത്രോസിന്റെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ടെന്ന്. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങളാ, സങ്കടങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം തീർന്നിട്ട് ഒരു ദിവസം ചിരിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? അങ്ങനൊരു ദിവസം ഒന്നുമില്ല. ഇത് നമ്മളിതേ പറഞ്ഞല്ലേ ചേച്ചി, പെട്ടി പോണവരെ എന്തുണ്ടാവും? ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പിച്ചോ കേട്ടല്ലോ, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ പത്രോസ് ലീഹായെ പോലെ നന്നായിട്ട് ചിരിച്ച് ആനന്ദിച്ച് സമാധാനം വേണം. പ്രൈസ് ദി ലോർഡ്. അതിനാരെ കിട്ടിയാൽ മതി? പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ മതി. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ദാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് വിശ്വസിക്കുക, ഈ പഠിച്ച 10 വചനങ്ങളും നിന്റെ ജീവിതത്തിൽ ഒരു പ്രായോഗിക പരിശീലനമാവട്ടെ.